ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാനും നിങ്ങളൊപ്പം ദൈവത്തിനെ ആരാധിക്കുവാനും സാക്ഷ്യവും ദൈവവചനവും സംസാരിക്കുവാനും ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവ്വം വന്ദനം അറിയിച്ചു കൊള്ളുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ എനിക്ക് തമിഴ്നാടാണ്, അതെ, മട്ടക്കാടിൻ്റെ അടുത്ത് കല്ലുക്കൂട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ട്. പാസ്റ്റർ ആ വഴിക്ക് തന്നെ പോയി കാണും. ചർച്ചാണ്, ആ സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് ജന്മഭാഷ തമിഴാണ്. പക്ഷേ ദൈവം എന്നെ ശുശ്രൂഷകനായിട്ട് ഇവിടെയും അയക്കുന്നത് കൊണ്ട് കുറച്ച് മലയാളം പഠിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ അത്രയും സരളമായിട്ട് അങ്ങനെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുവാൻ പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ദയവായി ക്ഷമിക്കുക. അല്ലേ? ഓക്കെ, ദൈവം നമുക്ക് സഹായിക്കട്ടെ. ആദ്യമായിട്ട് ഈ സ്ഥലത്തിൽ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്നെ പരിചയപ്പെടുത്തുവാൻ ഒന്ന് രണ്ടല്ല ചിലത് പറയുവാനുണ്ട്. അല്ലല്ലോ. ആ കല്ലുകൂട്ടം എന്ന് പറയുന്ന ചർച്ച് ഓഫ് ഇന്ത്യ ചർച്ചിൽ മുമ്പേ ഒരു പാസ്റ്ററായിരുന്നു, വേദമാണിക്യം അയ്യർ, നാട്ടയ്യർ എന്ന് തമിഴിൽ പറയും. മുമ്പൊക്കെ ഇംഗ്ലണ്ട് അവർ ഇംഗ്ലീഷുകാരനാണ്, പാസ്റ്ററായിരുന്നു. പക്ഷേ ഇവരെ ചിലർ പാസ്റ്ററാക്കി അവരെ നാട്ടയ്യർ എന്ന് പറയും. വേദമാണിക്യം അവർ എഴുതിയ 3 പാട്ടുകൾ തമിഴിൽ എങ്ങനെയാണ്: സർവലോകാധിപ നമസ്കാരം, സർവശിരസികനെ നമുക്ക് എല്ലാവരും അറിയാമല്ലോ, പരിശുദ്ധമായ പാട്ടാണ്. പിന്നീട് ആയമ്പ കാലമല്ലോ ജപവേളൈ, ആയമ്പ കാലമല്ലോ. പിന്നീട് ജീവവസനം കോരുവോം സഹോദരരെ സേർന്നേയ കാലം മോതുവോം. ഇങ്ങനെ 3 പാട്ട് മലപ്പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഈ 3 പാട്ട് അവിടെ CSI കന്യാകുമാരി ഡയോസിസ് അതിൻ്റെ ജ്ഞാനപ്പാട്ട് കീർത്തന എന്ന് പറയുന്ന ഒരു പാട്ട് ബുക്കുണ്ട്. ആ കീർത്തന പകുതിയിലെ ഈ 3 പാട്ടും അവിടെ ഇപ്പോഴും ഉള്ളതാണ്. ഓക്കെ, എൻ്റെ മുത്തച്ഛനാണ്, ഞാൻ അവരുടെ പേരനാണ്. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുവാൻ വേണ്ടി അവർ നെയ്യൂരെന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ ഇപ്പോഴും ഉണ്ട്. അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒന്നിൽ കുഞ്ഞിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അമ്മയിനെ, രണ്ടുപേരും ഒന്നിച്ച് സംരക്ഷിക്കുവാൻ കഴിയില്ല. അങ്ങനെയുള്ള ക്രിട്ടിക്കലായ സാഹചര്യമാണ് അന്നുള്ള മെഡിക്കൽ ടെക്നോളജി അനുസരിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിനെ തള്ളിക്കള, അത് വേണ്ട, അത് പോയി കളയും. ഈ അമ്മ ഇന്നൊരു കുഞ്ഞിനെ കൂടെ ജനിക്കാമല്ലോ, പ്രസവിക്കാമല്ലോ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ ചെറിയമ്മ ഒക്കെ കരഞ്ഞു വിളിച്ച്, ദൈവമേ, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സുഖമായിട്ട് പ്രസവിക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചെങ്കിലേ ഞങ്ങൾ ഈ കുഞ്ഞിനെ നിനക്ക് തരാം, നിൻ്റെ ശുശ്രൂഷനായിട്ട് തരാം എന്ന് അങ്ങനെ അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. എൻ്റെ അമ്മ 76 വയസ്സ് വരെ ജീവിച്ചിരുന്നാണ് മരിച്ചത്. ഞാനും നിങ്ങൾ മുമ്പ് നിൽക്കുന്നല്ലോ, അല്ലല്ലോ. പിന്നീട് ആ കാര്യം മറന്നോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചർച്ചിൽ അവിടെ പോയിക്കൊണ്ടിരുന്നു. അവിടെയാണ് CSI ചർച്ചിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം ഒരു ദിവസം സംഭവിച്ചു. ഒരു ഞായറാഴ്ച അവിടെ സെക്കൻഡ് ബെല്ലടിച്ച് ആ പാസ്റ്റർ ജപം ശൈവമാഹ എന്ന് പറഞ്ഞാണ് കുറച്ച് ഓർഡർ ഓഫ് സർവീസ് ആരംഭിക്കുന്നത്, തുടങ്ങുന്നതല്ലേ. അപ്പോൾ അവിടെ ആ ചർച്ചിലുള്ള സെക്രട്ടറി, ഡീക്കന്മാരൊക്കെ ഇവിടെ മുമ്പിൽ ഇവിടെ വന്നു, നീ ഇവിടെ ആരാധന നടത്തരുത് എന്ന് ഒച്ച വിളിച്ച് ബഹളം വെച്ച് അവിടെ വളരെ ബഹളം വെച്ചു. അങ്ങനെ ആയി. അപ്പോൾ ഞാൻ മുമ്പിൽ ചെറിയവനാണ്, കുഞ്ഞാണ്, അപ്പോൾ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ കാണുന്നു, എന്താ ഇത്, ഇവിടെ ഏതോ ഒരു ദൈവം, ഇവിടെ വലിയ ദൈവമാണ്, ആ ദൈവം ആരാധിക്കുവാനല്ലേ ഇവിടെ വന്നത്, അല്ലേ? ഇതെന്താ ഇവിടെ ചെയ്യുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ ഈ യോഗം അവസാനിച്ച ശേഷം അവിടെ കുത്തിയിരുന്ന് നന്നായിട്ട് സംസാരിക്കാമല്ലോ, അതിൽ വേറെ എന്തും ചെയ്യാം. ഇത് അങ്ങനെയുള്ള സമയമല്ലല്ലോ, അങ്ങനെയുള്ള സാഹചര്യമല്ലല്ലോ. എന്താ ഇങ്ങനെ ആയത്? എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യമല്ലേ ഇവിടെ വളരെ ശബ്ദമോ, 2 ഗ്രൂപ്പ്സായിട്ട് ചിലർ പറയുമില്ല അങ്ങനെ നീ തടയരുത് എന്ന് പറയും, അങ്ങനെ വേറെ ചിലർ പറയും ഇല്ല ഇത് നടത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വളരെ കഷ്ടമായിരുന്നു. ഞാനത് നോക്കിയാണ്ട് നിന്ന് എനിക്ക് ഒരു ചോദ്യം, എന്തായത്? നമ്മൾ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഇവിടെ വന്നല്ലേ, അല്ലെങ്കിലോ വേറെങ്കിലും ക്ഷേത്രത്തിലോ മാസ്കിലോ അങ്ങനെയെങ്കിലും അവിടെ ചെല്ലും. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എന്താണോ ഉറപ്പ്? അല്ലേ? ആർ കണ്ട് ഇവിടെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ദൈവം അവിടെ ആയിരിക്കുമോ?
എന്നൊക്കെ വളരെ കൺഫ്യൂഷനായിപ്പോയി. പിന്നീട് ചർച്ചിൽ ചെല്ലുവാനുള്ള ഇഷ്ടമില്ലാതെ പോയി. ഞാൻ ചർച്ചിൽ ചെല്ലുന്നില്ല, അവിടെ ചുറ്റിക്കൊണ്ട് തിരിയും, അങ്ങനെ ആയിരുന്നു, ദൈവമൊന്നും ഇല്ല എന്നൊക്കെ ചിന്തിച്ചു പോയി. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഉണർവ് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇവിടെ കാണുന്നതും കേൾക്കുന്നതും കണ്ട് നീ ഒരു തെറ്റായിട്ട് ഒരു മുടിവ് അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് നീ ചിന്തിക്കരുത്. അങ്ങനെ ഒരു ഒരു മുടിവ് ഡിസിഷൻ ഓക്കെ അങ്ങനെ വരരുത് അങ്ങനെ ഒരു ഉണർവ് അങ്ങനെ സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ അല്ലേ, പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ ദൈവത്തിൽ അന്വേഷിച്ച് നോക്കിയാലേ കണ്ടുമുട്ടാൻ കഴിയുമല്ലോ, അന്വേഷിച്ച് നോക്കിയില്ലല്ലോ. അങ്ങനെ അല്ലേ, അങ്ങനെ. അപ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് പോയി ഈ ദൈവത്തിനെ അന്വേഷിക്കുന്നത്? വളരെ ക്രിട്ടിക്കലായി പ്രശ്നമുള്ള കാര്യമല്ലോ, അല്ലല്ലേ? എവിടെ പോയി ദൈവത്തിനെ അന്വേഷിക്കുന്നത് അറിയില്ല. അപ്പോൾ അവിടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ ബൈബിളിൽ 4 ബൈബിൾ റീഡിങ് അവിടെ ഉണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമത്തിൽ സങ്കീർത്തനം ഇപ്പോൾ വായിച്ചതുപോലെ നമ്മൾ നിന്ന് വായിക്കും. പിന്നീട് വേറൊരു ഇവിടെ നിന്നും ഒരു 10 വചനം 6 ഇടത്തിലും കൊടുക്കും, അവർ വായിക്കും. പിന്നീട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ പാസ്റ്റർ യേശുവിൻ്റെ വചനം, യേശുയെ സംസാരിച്ച ആ വചനം ഒരു 10 വചനം വായിക്കും. അപ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതാണ്, നമ്മളെല്ലാം എഴുന്നേന്നാണ് വായിക്കുന്നത്. പിന്നീട് ലേഖനം എന്ന് പറയുന്ന അപ്പോസ്തലരുടെ ലേഖനത്തിൽ എന്തെങ്കിലും ഒരു ഭാഗം അവിടെ ആർക്കെങ്കിലും കൊടുക്കും, അവർ വായിക്കും. ഇങ്ങനെ 4 ബൈബിൾ റീഡിംഗ് ആണ്. അപ്പോൾ പഴയ നിയമത്തിൽ 2, പുതിയ നിയമത്തിൽ 2. അപ്പോൾ പിന്നീട് ആ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഈ നമ്മൾ വായിച്ച ആ ഭാഗത്തിൻ്റെ അകത്ത് നിന്നാണ് ഏതെങ്കിലും വചനം എടുത്ത്, അങ്ങനെയാണ് ഉള്ള രീതി, അങ്ങനെയാണ് ആ സെറ്റപ്പൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നീട് അങ്ങനെയാണ് സംസാരിക്കുക. അപ്പം ഞാൻ ചിന്തിച്ച് നോക്കി, അപ്പോൾ ഇതൊക്കെ ഇതിലല്ലേ അത്രയും കാണുന്നത്, അല്ലല്ലേ? എല്ലാവരും പറയുന്നത് സംസാരിക്കുക ഇതിനകത്തിൽ നിന്നല്ലേ? അങ്ങനെ നമ്മളെ ഇവിടെ വായിച്ച് നോക്കാം, ഇവിടെ എന്താണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ നേരിട്ട് വന്ന് ഇവിടെ എന്താണ് കാണുന്നു എന്നുള്ളത് വായിച്ച് നോക്കാമെന്നും ഞാനവിടെ അതുപോലെ പഴയ നിയമത്തിൽ വായിച്ചു. അവിടെ കണ്ണ് പല്ല് വെളി തീർക്കണം, തമിഴിൽ അങ്ങനെയാണ് അല്ലേ എന്ന് വായിച്ചു. ഇവിടെ വായിച്ചപ്പോൾ ഒരു കിണത്തിലടിച്ചാൽ മറുകിണത്തെയും കാട്ട്, മനസ്സിലാകുന്നല്ലോ നിങ്ങൾക്ക്? അവിടെ അടിച്ചാൽ കാട്ടെന്നാണ്. പിന്നീട് അവിടെ ശലോമോൻ പറയുന്നത് തിന്നുന്നത് കുടിക്കുന്നത് ഇവിടെ ജീവിക്കുന്നതൊക്കെ ആണ്, വേറെ ഒന്നും ഇല്ലടാ എന്ന് പറയുന്ന പോലെ അവിടെ വചനം കാണും. പക്ഷേ ഇവിടെ കാണുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മളിൽ ഇങ്ങനെയാണ്, കുസിപ്പും പിടിപ്പാനല്ല, തിന്നുന്നതും കുടിക്കുന്നതല്ല, അത് നീതിയും സമാധാനവും വിശുദ്ധാത്മാവിൻ്റെ സന്തോഷമായി ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ വീണ്ടും കൺഫ്യൂഷനായി, എന്തായത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുന്നത് പോലെ എതിരെതിരായിട്ട് മുരണായിട്ട് കാണുന്നത്, എന്തായത് ഞാൻ എങ്ങനെ ദൈവത്തിനെ കണ്ടുമുട്ടും? പിന്നെ അവിടെ ബൈബിളായിട്ട് പിന്നെ അങ്ങനെ തിരിഞ്ഞു. ഈ സുവിശേഷത്തിനെ പ്രസംഗിക്കുക അതിന്. അപ്പോൾ സുവിശേഷം സംസാരിക്കണം, കേൾക്കണം, അറിയണം, വിശ്വാസിക്കണം, സ്നാനപ്പെടണം. ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കി, എനിക്ക് എൻ്റെ 5ാമത്തെ വയസ്സിൽ സ്നാനം തന്നു അവിടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ആരും എന്നോട് സുവിശേഷം പറഞ്ഞില്ലല്ലോ, എനിക്ക് വിശ്വസിക്കാനുള്ള സാഹചര്യം തന്നില്ലല്ലോ, എന്തായാലും അപ്പോൾ അവിടെ പ്രോബ്ലം ഉണ്ട് എന്ന് അവിടെ മനസ്സിലായി. പിന്നീട് മത്തായി 28-ാം അധികാരത്തിൻ്റെ അതിൻ്റെ അവസാനത്തെ 2 വചനം വായിക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ട് ചെന്ന് സകലരെയും ശിഷ്യന്മാരാക്കുകയോ ഭക്തന്മാരാക്കുകയോ? ശിഷ്യന്മാരാക്കുകയല്ലേ? ശിഷ്യന്മാരെന്ന് പറയുന്നത് അവരുടെ വചനപ്രകാരം, അവരുടെ ജീവിത ശൈലി പ്രകാരം ജീവിക്കുന്നത്, അതല്ലേ ശിഷ്യത്വം എന്ന് പറയുന്നത്, അല്ലേ? ആക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. വളരെ വീണ്ടും കൺഫ്യൂഷനായി. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 21 അവിടെ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? സ്നാനമെന്ന് പറയുന്നത് വെള്ളം കൊണ്ട്, തമിഴിൽ ആണ് എനിക്ക് വചന മനപ്പാഠം, മാംസ അഴുക്കൈ നീക്കുതലായിരാമൽ, അതായത് വെള്ളം കൊണ്ട് കഴുകുന്നത് പോലെ. നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് പറ്റിയാൽ വെള്ളം കൊണ്ട് കഴുകുമല്ലേ, അതുപോലെ ഉള്ള കാര്യമല്ല. നിങ്ങൾ അവിടെ വചനം അവിടെ നോക്കിയാൽ മതി, നിങ്ങൾ മനസ്സിലാമല്ലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉള്ള കാര്യമല്ല, ഇത് ദൈവത്തോട് ചെയ്യുന്ന ഉടൻപടിയാണല്ലേ, ഉടൻപടി. ശരി തന്നല്ലേ? അപ്പോൾ ഇതൊരു വെള്ളക്കളിയല്ലല്ലോ, അല്ലേ? ഒരു വെള്ളക്കളിയല്ല, ഇതൊരു തണ്ണീർ ചടങ്ങ് എന്ന് തമിഴിൽ പറയും. ഒരു വെള്ളം കൊണ്ടുള്ള ഒരു ചടങ്ങല്ല എന്നുള്ളതാണ് അതിനേക്കാൾ വളരെ മഹോന്നതമായ ഒരു കാര്യം. ദൈവത്തോട്, സ്വർഗസ്ഥനായ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടിയാണ്, മനുഷ്യരോട് ചെയ്യുന്നതല്ല, ദൈവത്തോട്.
ഉടമ്പടിയാണ്, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ജീവിക്കും, യേശുവിൻ്റെ സുവിശേഷ ഉപദേശം അങ്ങനെ. അതൊന്നും എനിക്ക് അറിഞ്ഞില്ലല്ലോ. ഇവ ലോകത്തിൽ എന്തെങ്കിലും ഉടമ്പടി, എഗ്രിമെൻ്റ്, ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്ന 18 വയസ്സല്ലേ, 18 വയസ്സിന് മുകളിൽ ഉള്ളവരല്ലേ, പ്രായപൂർത്തി ഇല്ലാത്തവർ അത് ചെയ്യാൻ കഴിയില്ല. അതാണ് കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഇത് എനിക്ക് സ്നാനം തന്നു എന്ന് വീണ്ടും കൺഫ്യൂഷനായി. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അവിടെ 1 വായിക്കുമ്പോൾ സ്നാനം പറയുന്നത് ഒരു അടക്ക നികഴ്ചി, പിന്നീട് ഒരു പുനരുദ്ധാരണം അല്ലേ. അത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ഉള്ള ഒരു കാര്യമാണ്. പഴയ കാര്യങ്ങൾ, പഴയ മനുഷ്യൻ, പഴയ ചിന്ത, പഴയ കാര്യങ്ങളൊക്കെ അവിടെ അവസാനിക്കുന്നു അല്ലേ. അവസാനിച്ചിട്ട് അത് കുളിച്ച് മൂടുന്നത് പോലെ പിന്നീട് പുതിയ മനുഷ്യനായിട്ട് പുതിയ പ്ലാൻ, പുതിയ ലക്ഷ്യം, പുതിയ കാര്യങ്ങളിൽ പുതിയതായിട്ട് ജീവിക്കാൻ അങ്ങനെ ശ്രമിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തുടക്കമല്ലേ, അതാണ് സ്നാനം. ഇത് എനിക്ക് ആയില്ല അല്ലേ, എനിക്ക് മനസ്സിലായില്ല ഒന്നും ഇതൊന്നും. അപ്പോൾ ഞാൻ എൻ്റെ സ്നാനത്തിന് അവിടെ ഓർത്ത് നോക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു, അവിടെ എൻ്റെ അച്ഛൻ എവിടെയാണ്, എൻ്റെ അമ്മ എവിടെയാണ്. അപ്പോൾ ആ പാസ്റ്റർ എൻ്റെ അച്ഛനടുത്തിൽ അമ്മയിടത്തിൽ ഇങ്ങനെ ചോദിച്ചു, ഈ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ വളർത്തുമോ എന്ന് ചോദിച്ചിട്ട് അവർ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, ആമൻ്റെ സൊല്ലുങ്കൽ. എവിടെയാണ് ആമൻ്റെ? ഇപ്പോൾ സമീപത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ, ആരുടെ ചോദിച്ചപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു, ആമൻ്റെ സൊല്ലുങ്കൽ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, എനിക്ക് ഓർമ്മ ഉണ്ട് എന്താ എൻ്റെ അച്ഛൻ എന്താ പറയാൻ പോകുന്നത്. അപ്പോൾ മാം എന്ന് 2 പേരും പറഞ്ഞു. പിന്നീട് ആ വെള്ളത്തിനെടുത്ത് പിതാസുതൻ തുയാവിൻ പേരാലെ എനിക്ക് സ്നാനം തരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ നെറ്റിയിൽ ഒരു സ്ലൂ അടയാളം എന്തോ ഇട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. ഓക്കെ, അന്ന് ഇതൊക്കെ പോയി, കഴിഞ്ഞു പോയി, കൊച്ചല്ലേ. പക്ഷേ ഇന്ന് ഞാൻ എങ്ങനെ ചിന്തിക്കുകയാണ്, എന്താ ഇത് എൻ്റെ അച്ഛനടത്തിലല്ലേ ചോദിച്ചത്, എൻ്റെ അമ്മയിടത്തിലേ ചോദിച്ചത്. അപ്പോൾ അവരുടെ തലയിലല്ലേ വെള്ളം വയ്ക്കേണ്ടത് അല്ലല്ലേ. അവരുടെ തല ചോദിക്കുന്നു, എൻ്റെ തലയിൽ. എനിക്ക് വളരെ കൺഫ്യൂഷനായി. ഓക്കെ, വളരെ തെറ്റായി പോയി. പിന്നീട് അപ്പം ഞാനിതൊക്കെ ദൈവമേ തെറ്റായി, എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് ശരിയല്ലേ, യേശുവിൻ്റെ പുറകിൽ ചെല്ലണമെന്ന് വെച്ചാൽ അവരവിടെ മരുഭൂമിയിലൊന്ന് സ്നാനപ്പെട്ടതുപോലെ അല്ലേ. അപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്യണോ? അപ്പം അങ്ങനെ ചെയ്യണം എന്നാൽ അവർ പറയുന്നത് ഇവിടെ ഒരു സ്നാനമാണ്. എന്താ പറയുന്നത്? ഒരു സ്നാനമാണുള്ളത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു സ്നാനം ഒറിജിനൽ ഒന്നാണ്, പക്ഷേ നിങ്ങൾ ശരിയായി ചെയ്തില്ലല്ലോ, തെറ്റായിട്ടല്ലേ ചെയ്തത്. സ്നാനമെന്ന് പറയുന്ന അടിസ്ഥാനം അവിടെ ഇല്ലാതെ പോയല്ലോ. അത് തിരുത്തുവാൻ കഴിയില്ല, ഞങ്ങൾ തിരുത്തുമില്ല, അങ്ങനെ തന്നെ തെറ്റ് തന്നെ അവസാനം തെറ്റായിട്ട് തന്നെ ജീവിക്കും, തെറ്റായിട്ട്. അതങ്ങനെ ചെയ്യില്ല, നിങ്ങളുടെ ബൈലാസ്, നിങ്ങളുടെ പാരമ്പര്യം അതിനെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ സ്നാനം പെന്തക്കോസ്ത് സഭയിലാണ് കൊടുക്കും എന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ സ്ട്രൈറ്റാ പറയാണ്, എനിക്ക് പെന്തക്കോസ്തക്കാർ അവിടെ ചില പെന്തക്കോസ്തക്കാരെ എനിക്കറിയാം. ഒരു ചർച്ചിലെ പോകുന്നവർ ചർച്ചിലെ പോകുന്നവരുടെ മുഖത്തിൽ നോക്കി ചിരിക്കുന്നില്ല അല്ലേ. അവരെ നോക്കി പറയും, അവരൊക്കെ എന്നാൽ വഞ്ചിക്കരാവുകയാണ്, തമിഴിൽ അങ്ങനെയാണ് അല്ലേ, വഞ്ചിക്കര ആത്മാവാണ് ഇവർ, വഞ്ചിക്കര ആത്മാവ് മാറി പറയും. എനിക്ക് വീണ്ടും കൺഫ്യൂഷനായി, എന്തായത്? ഇപ്പോൾ ബൈബിളിലെ ഒരു ആത്മാവെന്നല്ലേ, ഒരു സ്നാനം, ഒരു വിശ്വാസം, ഒരു സഭ, ഒരു വൺ ക്രൈസ്റ്റ്, വൺ ഗാഡ്, വൺ സ്പിരിറ്റ് എന്നല്ലേ. ഇത് എന്തായത്? ഇതിന് ഇടയ്ക്കിൽ നിങ്ങൾ പറയട്ടെ, ഓക്കെ ഞാൻ പറയാം, വചനത്തിൽ ചെല്ലാം. അതായത് ഇതിക്കിടയ്ക്കുള്ള ഒരു കാര്യം, എൻ്റെ വീട്ടിൽ എൻ്റെ പാസ്റ്റർ അവിടെ, അതാണ് പ്രധാനമായ കാര്യം നിങ്ങളോട് പറയേണ്ടത്, അതാണ്. ഓക്കെ, എൻ്റെ പാസ്റ്റർ അവിടെ ഹൗസ് വിസിറ്റ് വരണം. എൻ്റെ അമ്മ പറയും, ഈ ചെറുക്കനോട് കുറച്ച് സംസാരിക്കണം, ഇവൻ ചർച്ചിൽ വരുന്നില്ല. എവിടെ വരുന്നില്ല? ചർച്ചിൽ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാനും പാസ്റ്ററും അവിടെ അടുത്തിരുന്ന് സംസാരിക്കണം. എന്താ വരുന്നില്ല എന്ന് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നത് മുമ്പ് ഇങ്ങനെയാണ് ഇവിടെ ഒക്കെ സംഭവിച്ചത്, ഞാൻ അങ്ങനെ ഒക്കെ പോയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററേ, ഞാനിവിടെ ബൈബിൾ വായിച്ച് നോക്കി, യേശു അപ്പോസ്തലന്മാർ എന്തൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ കുറച്ച് കൃത്യമായിട്ട് വായിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കും നമ്മൾ സഭയിൽ കാണുന്ന കാര്യങ്ങൾക്കും വ്യത്യസ്തത കാണുന്നല്ലോ. അങ്ങനെ ഒരു കാണുന്നെന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാ, ഈ ബൈബിൾ ആരും തനിച്ച് നേരിട്ട് വായിച്ചാൽ അങ്ങനെ തന്നെ തോന്നിപ്പോവും അല്ലേ, തോന്നിപ്പോവും. ഈ ഒരു ബൈബിൾ തന്നെ ഈ ലോകത്തിലുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയാർ അവർ ചില ട്രഡീഷൻ, അവർ ഒരു പാരമ്പര്യത്തിൽ ചെല്ലുന്നു. സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് ഇതിനൊരു പാരമ്പര്യമാണ്. മെത്തഡിസ്റ്റ്, ലുതറൻ,
ആൻഡ് പെന്തിക്കോസ്റ്റൽ ചർച്ചസൊക്കെ ഓരോരുത്തർ ഓരോ രീതിയിൽ പാരമ്പര്യത്തിൽ ചെല്ലുകയാണ്. ഓക്കെ, നമ്മൾ ശബ്ദം ശ്രദ്ധിക്കുക, എൻ്റെ പാരമ്പര്യത്തിൽ ചെല്ലുന്നത് അത്ര തന്നെ എന്ന് കൂലായിട്ട് പറഞ്ഞു. എല്ലാവരും ചെല്ലുന്നല്ലേ, അവരവരുടെ പാരമ്പര്യത്തിൽ ചെല്ലുവാനുള്ള അനുവാദം അവർക്കുണ്ടെങ്കിൽ നമുക്കില്ലേ എന്ന് പറയുന്ന പോലെ. അങ്ങനെയാ പാസ്റ്റർ. പക്ഷെ അങ്ങനെയെങ്കിൽ യേശു ഇരിക്കുന്ന ഇടത്ത് ചെല്ലണമെങ്കിൽ ഇത് ഏത് പാരമ്പര്യത്തിലേക്കൂടെയാണ് ചെല്ലേണ്ടത്? അല്ലേ, പാരമ്പര്യമാണെന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒന്നല്ലേ ശരിയായി കാണും. അത് ഏത് പാരമ്പര്യത്തിലൂടെയാണ് ചെല്ലേണ്ടത്? അല്ലെങ്കിൽ യേശുവും അപ്പോസ്തലന്മാരും ഇവിടെ പറഞ്ഞിരിക്കുന്നതും മാതൃക കാണിച്ചതുമായ ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ, ആ പാരമ്പര്യം എവിടെയാണ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്നും അറിയില്ല. അവർ കുറച്ച് കൺഫ്യൂസായി. അവർ പറഞ്ഞു, ദൈവം നിനക്ക് അനുകരിക്കട്ടെ, നീ നമ്മളിലെങ്ങനെയാണ് കറ്റ് നിശ്ചയിച്ച് കൊണ്ടുള്ള നിലയ്ത്തത്, എന്തൊക്കെ ദൈവം നിനക്ക് കൽപ്പിക്കുമോ ഉറപ്പ് തരുമോ അങ്ങനെ ചെല്ലുവാനുള്ള അനുവാദം ദൈവം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് അവർ പോയി. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു, യേശുവിൻ്റെ പുറകിൽ ചെല്ലണമെങ്കിൽ ഓരോന്നോട്ട് ഇങ്ങനെ ചെല്ലേണ്ടതല്ലേ ആവശ്യം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ആയിരിക്കുമ്പോൾ കൃപാസന ക്രിസ്ത്യൻ സഭയിൻ്റെ നിർമ്മാതാവിനെ അവർ സാധ് യേശുദാസൻ, കാഞ്ചിരക്കോട് സാധു എന്ന് പറയും, അവരായിരുന്ന സമയമാണ്. അവരപ്പോൾ ആദ്യം കാശിനെ കൈകൊണ്ട് തൊടാതെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. കാശിനെ തൊടില്ല, അങ്ങനെ പോകും. പിന്നീട് ആരെങ്കിലും കൂടെ വരുന്നവരാണ് കാണിക്കാൻ വാങ്ങുന്നത്, അവർ ചർച്ചയിൽ വയ്ക്കുന്നത്, കാശ് തൊടില്ല, അങ്ങനെ പോകും. സോ അങ്ങനെയുള്ള കാര്യത്തിന് എവിടെയോ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഒരു വലിയ വയസ്സനായിരുന്നു. അവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അത് എൻ്റെ ഉള്ളിൽ ആയി. അതായത് പത്രോസും യോഹന്നാനും യെരുശലേം ആലയത്തിൽ ചെല്ലുമ്പോൾ അവൻ യാചിക്കുകയാണ്, യാചന പിച്ച കേൾക്കുന്നു. എന്തെങ്കിലും കൊടുന്ന് വെച്ചപ്പോൾ വെള്ളിയും പൊന്ന് എന്നിടത്തിൽ ഇല്ല എന്ന് പറഞ്ഞല്ലേ, അതുപോലെ എടുത്ത് കാശില്ല, അതുപോലെയുള്ള ഒരു മനുഷ്യനല്ലേ ഇവർ. ചെന്ന് നോക്കണമെന്ന് അവിടെ ചെന്ന് നോക്കി. അവരുടെ ആലോചന പ്രകാരം എനിക്ക് കൃപാസന ക്രിസ്തു സഭയിലെ യേശുവിൻ്റെ മാതൃക പ്രകാരം സ്ഥാനം തന്നു. അല്ലല്ലേ, പിന്നീട് എനിക്ക് വിവാഹം കഴിഞ്ഞു. ആ വർഷം തന്നെ പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടി. പിന്നീട് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു സാഹചര്യത്തിൽ കാഞ്ചിരോട് അവരെ എപ്പോഴും കാണുന്നില്ലല്ലോ, ചോദിച്ചാൽ പറയും ദൈവഹിത പ്രകാരം വന്നാൽ എന്നെ കാണും, ഇല്ലെന്നും കാണുന്നില്ല, അങ്ങനെ കൂലായിട്ട് പറഞ്ഞിട്ട് അവർ പോകും. അങ്ങനെ ചുറ്റിക്കൊണ്ട് തിരിയുന്നവർ അങ്ങനെ പോയി അവിടെ പോയപ്പോൾ കണ്ടു. അപ്പോഴാണ് അവിടെ ദൂരത്തിലൊന്ന് കൂവി പറയാണ്, നീ ഒരു സുവിശേഷ പ്രസംഗിയല്ലേ, നീ പോയിക്കൊണ്ടേ ഇരിക്കുക, ദൈവം എന്തൊക്കെ നിനക്ക് കൽപ്പിച്ചിട്ടുണ്ടോ ഇന്നും കൽപ്പിക്കുമോ, അതൊക്കെ ധൈര്യമായിട്ട് എവിടെയും സംസാരിക്കണോ, പോടോ, നിനക്ക് ദൈവം അവസരം ഒരുക്കി തരും എന്നൊക്കെ എൻ്റെ വെടിയെ കുറച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചുറ്റിക്കൊണ്ടേ തിരിയുന്നത്. അല്ലല്ലേ, പല സാഹചര്യത്തിൽ അത് ഏത് ചർച്ച സഭ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് ഏതൊക്കെ സംസാരിക്കണം എന്നുള്ളത് ഉണ്ടല്ലെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് നിങ്ങൾ മുമ്പ് ഞാൻ നിൽക്കുന്നത്. അല്ലല്ലയോ, മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറയാൻ വരുന്നത് അത് വചനത്തിലൂടെ നാം ചെല്ലുന്നതാണ് നല്ലത്. യോഹന്നാൻ 10-ാം അധ്യായം 27-28 വചനം വായിക്കുമ്പോൾ, യോഹന്നാൻ 10:27-28 യേശു ഇങ്ങനെ പറയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവർക്ക് നിത്യജീവൻ നൽകുന്നു, ആരും അവയെ എൻ കയ്യിലിരുന്ന് പിടിച്ചു പറിക്കുന്നില്ല. അല്ലേ, അങ്ങനെ കാണാം, നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ യേശു പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്. അത് ഏത് പാസ്റ്ററിൻ്റെ ശബ്ദം, സഭ രീതിയിൽ പാരമ്പര്യം എന്നാൽ അതല്ല പറഞ്ഞത്, എൻ്റെ ശബ്ദമാണ് കേൾക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നതാണ്. യേശുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ വചനം എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നമ്മളിവിടെ ഉൽപ്പത്തി പുസ്തകം മുതൽ തിരുവെളിപ്പാട് വരയ്ക്കുമുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാലും എന്താ യേശു ഇങ്ങനെ എൻ്റെ ശബ്ദം എന്ന് പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അല്ലല്ലേ, കാരണം വേറെ വചനങ്ങളും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 8:31 യേശു തന്നെ വിശ്വസിച്ച യഹൂദന്മാരെ നോക്കി, എൻ്റെ ഉപദേശത്തിൽ നിലത്തിരുന്നാൽ മെയ്യാകവേ എൻ ശിഷ്യന്മാരായിത്തീരും. മനസ്സിലാക്കുന്നല്ലോ, അവിടെ ആ വാക്ക് എൻ്റെ യഹൂദന്മാരോടാണ് പറയുന്നത്. അവർക്ക് ഉൽപ്പത്തി അറിയാം, അവർക്ക് മോശയുടെ പ്രമാണമൊക്കെ അറിയാമല്ലോ, പ്രവാചകന്മാരുടെ ബുക്ക് വേദമൊക്കെ അറിയാം. അതല്ല എൻ്റെ ഉപദേശം എന്ന് അവിടെ പ്രത്യേകിച്ച് പറയുന്നത് അവിടെ കാണാം.
മത്തായി സുവിശേഷത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 20-ാമത് വചനമാണോ? നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചതൊക്കെ ഉപദേശിക്കുവേൻ. അല്ലല്ലേ? അല്ലേ? കാര്യം സഭകൾ എങ്ങനെ ചെല്ലണം, പക്ഷെ എങ്ങനെ ചെല്ലുന്നു എന്നുള്ളത് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചതാണ് നിങ്ങൾ ഉപദേശിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്നതാണ്. അപ്പം നമുക്കൊരു ചോദ്യം വരാം, അങ്ങനെ പാസ്റ്ററെ ഉൽപ്പത്തി മുതൽ തിരുവെളിപ്പാട് വരെയുള്ള എല്ലാ വചനവും എല്ലാ കാര്യവും ദൈവത്തിൻ്റെ വചനമല്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം. എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. തമിഴിൽ ഇങ്ങനെയാണ്: പൂർവ്വകാലങ്ങളിൽ പൂർവ്വകാലങ്ങളിൽ പങ്ക് പങ്കാക വകை വകയാക പ്രവാചകൻ മുഖാന്തരമായിട്ട് നമ്മുടെ പിതാക്കന്മാർക്ക് സംസാരിച്ച ദൈവം പിന്നീട് ഈ അവസാന കാലത്ത് പുത്രൻ മുഖാന്തരമായിട്ട് നമുക്ക് സംസാരിച്ചു. ആ എബ്രായ ലേഖനം എന്ന് പറയുന്നത് യഹൂദന്മാർ, എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർക്കായിട്ട് എഴുതിയ ലേഖനം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അവിടെ പറയുമ്പോഴാണ് മുമ്പ് പണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് പ്രവാചകൻ മുഖാന്തരമായിട്ട് മോശ മുഖാന്തരമായിട്ടെല്ലാം ദൈവം സംസാരിച്ചുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലത്ത് നമുക്ക്, ആ കാലത്ത് യഹൂദന്മാരായാലും നമ്മൾ ജെൻറ്റൈൽസ് എന്ന് പറയുന്ന പുറം മക്കളായാലും നമുക്ക് പുത്രൻ മൂലം സംസാരിച്ചു എന്നുള്ളത് ഈ വ്യത്യസ്തത ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അല്ലല്ലേ? ഇത് കൺഫ്യൂസ് ചെയ്യരുത്. മനസ്സിലാണ്. ഇങ്ങനെ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനപ്രകാരം, ആദ്യം യേശുവിൻ്റെ വചനപ്രകാരമാണ് നടക്കേണ്ടതും വിശ്വാസികളൊക്കെ ജീവിക്കേണ്ടതും ആവശ്യമാണ്. പറയാം, പലപ്പോഴും യേശുവിന്മേൽ ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ യേശുവിനെ അധികമായിട്ട് ആരാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പല രീതിയിലും പലരും പറയുന്നത്. പക്ഷേ യേശു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യോഹന്നാൻ 14:23 വായിക്കുമ്പോൾ 14:23 ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവർ എന്നോട് വചനം പാലിക്കുക, അല്ലേ? എൻ്റെ വചനപ്രകാരം ജീവിക്കുക, വായിക്കുക, പാലിക്കുക. അവനിൽ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, അല്ലേ? ഞങ്ങൾ അവനോട് വസിക്കും അല്ലെങ്കിൽ പാർക്കും, അല്ലേ? അപ്പോൾ യേശുവിൽ സ്നേഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യേശുവിൻ്റെ വചനം വായിക്കുക, യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് 10 വയസ്സിലെ മക്കൾ ആയിരിക്കുന്നു. നമ്മൾ പറയുന്നത് ഒന്നും അനുസരിക്കാതെ അവിടെ ഒരു മാല, മപ്പുമാല എന്ന് പറയും, വാങ്ങിച്ച് അവിടെ നമ്മൾ കളിത്തലിട്ട് കുറച്ച് സാമ്പ്രാണിയൊക്കെ കൊളുത്തി ഇങ്ങനെ കാട്ടിയാൽ, അല്ലെങ്കിൽ പൊന്നപ്പ, തങ്കപ്പ, ചെല്ലപ്പ എന്നങ്ങനെ പാട്ടൊക്കെ പാടിയാൽ നമുക്ക് സന്തോഷം വരുമോ? വരില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നതല്ല. അതുപോലെയാണ് യേശു പറയുന്നത് അനുസരിക്കാതെ യേശു ആരാധിച്ചാൽ അത് അവന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അല്ലല്ലേ? അതാണ് ശിഷ്യന്മാരാക്കുക എന്ന് യേശു പറഞ്ഞത്. ശിഷ്യന്മാരെങ്കിൽ അവരുടെ വചനപ്രകാരം ജീവിക്കുന്നവരാണ്. പിന്നീട് ഞാൻ 13:15 വായിക്കുമ്പോൾ യേശു പറയുന്നതാണ്, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവാൻ ഞാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചിരിക്കുന്നു, അല്ലേ? മാതൃക കാണിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ മാതൃക പ്രകാരം ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് അവിടെ തുടർന്ന് വരുന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ മാതൃക പ്രകാരം ജീവിക്കണം എന്നുള്ളതാണ്. മനസ്സിലായ? ഈ കാര്യം തെറ്റുന്നു. ഇപ്പോൾ സഭകളിൽ ഈ കാര്യം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ദൈവം എനിക്ക് കൽപ്പിച്ച് ഇതൊക്കെ സംസാരിക്കുവാൻ അയക്കുന്നതാണ്, അല്ലല്ലേ? മനസ്സിലാകുന്നോ? ഓക്കെ. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യത്വം ഡിസൈപ്പിൾനെസ് എന്ന് പറയുന്നത് മറഞ്ഞുകൊണ്ട് വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ മാതൃക 1 പത്രോസ് 2:21 2:20 അവർ പാടുപെട്ട് അവരുടെ അടിച്ചുവടുകളിൽ, മലയാളത്തിൽ വായിക്കാമോ? വേഗം. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, കാൽ ചുവടുകളിൽ ഏത് വാക്ക്? കാൽ ചുവടുകളിൽ പിന്തുടരുവാൻ. ഓക്കെ. പിന്തുടരുവാൻ മാതിരി. അപ്പൊ എത്ര മാതൃക അതിൻ്റെ ലെവൽ എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. കാൽ ചുവട് പോലെ അവൻ എങ്ങനെ നടന്നോ അങ്ങനെ നടക്കുക. 1 യോഹന്നാൻ 2:6 വായിക്കുമ്പോൾ അവനുള്ളായിരിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ താനും നടക്കേണ്ടതാണ്, അല്ലല്ലേ? മനസ്സിലായോ? അപ്പൊ യേശുവിൻ്റെ മാതൃക പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. പിന്നീട്
ഞാൻ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരുടെ ഞാൻ പറഞ്ഞതും മാതൃക കാണിച്ചതും ഒക്കെ ഉപദേശിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോസ്തലന്മാരാണ് അത് സഭയായിട്ട് നിർമ്മിച്ചത് എന്നുള്ളത് നമുക്കറിയാം. എഫെസ്യർ 2-ാം വചനത്തിൽ വരുമ്പോൾ 2:20 അപ്പോസ്തലൻ പ്രവാചകന്മാരുടെ അടിസ്ഥാനം ക്രിസ്തു മൂലകല്ലത്രേ എന്ന് വായിക്കാം. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞതും മാതൃക കാണിച്ചതും അപ്പോസ്തലന്മാർ പറഞ്ഞതും മാതൃക കാണിച്ചതുമാണ് സഭയുടെ അസ്ഥിഭാരം, അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് ഈ അടിസ്ഥാന പ്രകാരം ഇപ്പോൾ പഴയ നിയമത്തിൽ അവിടെ നിന്ന് വരുന്നല്ലേ, ഉൽപ്പത്തിയിൽ നിന്ന് വരുമ്പോൾ പല കാര്യങ്ങൾ കാണാം ഈ അടിസ്ഥാനത്തിൽ ഉള്ളിൽ. അതാ ആദ്യം പറഞ്ഞത്, അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്ന് 2 കാര്യം പറഞ്ഞു മുമ്പിൽ. അങ്ങനെയല്ല, ഈ അടിസ്ഥാനത്തിക്ക് ഒത്തവണ്ണം ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ചിന്തിക്കാം, വായിക്കാം, അതൊന്നും പ്രശ്നമൊന്നുമല്ല. അത് മനസ്സിലാക്കണം. ഞാൻ അവിടെ നിന്ന് വന്നു, ആദമിലിരുന്ന് അവിടെ വന്നു. ഇവിടെ ഇബ്രായ ലേഖനം 12-ാം അധികാരം അവിടെ വന്നുമ്പോൾ നമ്മൾ എവിടെ 12:23-24 വായിക്കുമ്പോൾ നാം അവിടെ നിന്ന് വന്നു, ഇവിടെ തെളിക്കപ്പെടുന്ന രക്തത്തിற்கும் வந்து சேர்ந்தீர்கள், ഇവിടെ വന്ന് എത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് പഴയതിൽ നിന്ന് പുതിയ നിയമത്തിൽ വന്നല്ലോ, പിന്നെ എന്തിനാ ഇവിടെ നിന്ന് അവിടെ ചെല്ലുന്നത്? പക്ഷെ ചെല്ലാം, ഈ അടിസ്ഥാനം അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം, ധ്യാനിക്കാം. അല്ല, തെറ്റല്ല. മുരണായിട്ട് ചെല്ലരുത് എന്നുള്ളത് വളരെ ഉറപ്പ് വേണം, അല്ലല്ലേ? അപ്പോൾ പലരും സംസാരിക്കുന്നത്, ഇന്ന് സംസാരിക്കുന്നത് അങ്ങനെ അല്ല. യേശുവും അപ്പോസ്തലന്മാരും പറയാത്തതും അവരുടെ മാതൃകയിൽ ഇല്ലാത്തതും ഒക്കെ കാര്യങ്ങളൊക്കെ പലതും പറയുന്നു. അത് തെറ്റാണ്. അതുകൊണ്ട് സഭയിൽ വിശുദ്ധാത്മാവ് വരുന്നില്ല. വിശുദ്ധാത്മാവ് അവിടെ അകന്ന് ചെല്ലുകയാണ് എന്നൊക്കെ ദൈവം എനിക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലല്ലേ? ഓക്കെ, ആദ്യം മനസ്സിലായല്ലോ. ഓക്കെ, ഷോർട്ടായി ചെല്ലാം. പിന്നീട് പലപ്പോഴും അവിടെ ചർച്ചാ സ്ഥലത്തിൻ്റെ നിന്ന് അവിടെ ആയിരുന്നപ്പോൾ അവിടെ ഒരു ഡോക്ട്രിൻ ഉണ്ട്. അത് എന്തെന്ന് വെച്ചാൽ, യേശുവെ ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാലേ അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളായി തീരും എന്ന് വചനമുണ്ട്, യോഹന്നാനിലെ വചനമുണ്ട്. അപ്പോൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ദൈവപുത്രന്മാരായിട്ട് തീരും എന്ന് അങ്ങനെ മാത്രം വിശ്വസിച്ചാൽ മതി എന്നുള്ളത് പോലെയാണ്. അപ്പോൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാലേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ദൈവപുത്രൻ പറഞ്ഞതൊന്നും അനുസരിക്കണ്ടേ? അവരുടെ മാതൃക പ്രകാരം ജീവിക്കേണ്ടത് ആവശ്യമല്ലേ? അതൊന്നും ചെയ്യുന്നില്ല. ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാൽ മതി, അങ്ങനെ പൈശാച് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. വിശ്വസിച്ചാൽ മതി, വേറെ വിശ്വാസമാണ്, വേറെ ഒന്നുമല്ല എന്നുപോലെ. അപ്പോൾ പിന്നീട് ഇവിടെ നിങ്ങൾ ലൂക്കോസ് 4:41 വരുമ്പോൾ അവിടെ പൈശാചുകൾ യേശുവിനെ കണ്ടപ്പോൾ യേശുവേ ദൈവപുത്ര എന്ന് വിളിച്ചല്ലോ, പൈശാച് വിളിച്ചല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. ലേഖ്യോൻ 6000 പൈശാചുകൾ അവിടെ ആയിരുന്നു. യേശുവേ ദൈവപുത്ര നിനക്ക് എന്താ എന്നൊക്കെ പറഞ്ഞല്ലേ. അങ്ങനെ ദൈവപുത്ര എന്ന് വിശ്വസിക്കുന്നത് മാത്രം നമ്മൾ ദൈവമക്കളായി ആകുന്നില്ല, അല്ലല്ലോ? അവിടെ വചനം മാതൃകയെല്ലാം അവിടെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ കഴിയും. അത് വചനം ശരി തന്നെ, ടൈറ്റിൽ വചനം, തലയ്പ്പ് വചനം എന്ന് തമ്മിലുള്ള ചൊല്ലും ടൈറ്റിൽ. പിന്നീട് ഇവിടെ എക്സ്പ്ലനേഷൻ ആ യോഗന പിന്നീട് പലതും എഴുതിയിട്ടുണ്ട്, പല രീതിയിൽ വായിക്കാം. ഓക്കെ, അവരല്ലേ പറഞ്ഞത് അവൻ ജീവിച്ചതുപോലെ അവരെ പോലെ നടക്കണമെന്ന് പറഞ്ഞത് അതേ യോഗനാനല്ലേ, അല്ലല്ലയോ? ഇതൊക്കെ ഇപ്പോൾ സഭകളിൽ വളരെ കൺഫ്യൂഷനായി ചെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധയിൽ കൊണ്ട കാര്യമാണ്. എങ്കിലും ഇങ്ങനെ പലരും അങ്ങനെ പറയും. ഇതുപോലെ പലരും പല രീതിയിൽ ഇത് വിശ്വസിച്ചാൽ മതി, ഇത് ചെയ്താൽ മതി, ഇങ്ങനെ ഇരുന്നാൽ മതി, ദൈവമക്കളായി തീരും എന്ന് പലരും പല രീതിയിൽ ഉപദേശിക്കുന്ന കാര്യം ഞാൻ കാണുന്നു. പക്ഷേ ദൈവം നമുക്ക് കൃത്യമായിട്ട് ഉറപ്പായിട്ട് കൺഫേംഡ് ലെവലിൽ ആരാണ് ദൈവമക്കൾ എന്നുള്ളത് കുറിച്ച് ഒരു കാര്യം നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, യേശു സ്നാനപ്പെട്ട് കയറിയപ്പോൾ വിശുദ്ധാത്മാവ് അവിടെ സ്വർഗത്തിൽ നിന്ന് അവന്മേൽ വന്നു അവിടെ ഇറങ്ങി അല്ലേ. അപ്പോൾ പറഞ്ഞ ഒരു വാക്ക് അവിടെ ഉണ്ട്, ഇവൻ എന്നുടെ നേശപുത്രൻ, പ്രിയ പുത്രൻ എന്ന് പറഞ്ഞല്ലേ. അവൻ ജനിച്ചത് വിശുദ്ധാത്മാവ് കൊണ്ടാണ്. അവിടെ 12-ാം വയസ്സിൽ യെരൂശലേം ദേവാലയത്തിലായിരുന്നു, ഇതെല്ലാം ആയിരുന്നു. എന്നാലും വിശുദ്ധാത്മാവ് വന്നാണ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്, ഹല്ലേലൂയ, പ്രിയ പുത്രനാണ്. ഈ കാര്യം വളരെ ശ്രദ്ധയിൽ കൊള്ളേണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 32-ാം വചനം വരുമ്പോൾ, ദൈവം നമുക്ക്
കീഴടങ്ങുന്നവർക്ക് നൽകിയ വിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. കണ്ടോ, സാക്ഷി, എൻ്റെ മക്കളാണ്, എൻ്റെ മകളാണ് എന്ന് ദൈവം സാക്ഷി പറയുന്ന ഒരു കാര്യമാണ്. പാസ്റ്റർമാർ പറയുന്നതല്ല, മറ്റവർ പറയുന്നതല്ല. ദൈവം, സ്വർഗസ്ഥനായ ദൈവം സാക്ഷ്യം പറയുന്ന ഒരു കാര്യമാണ് ഈ വിശുദ്ധാത്മാവിന് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നല്ലേ, വിശുദ്ധാത്മാവാണ്. ആ ആത്മാവാകുന്ന വിശുദ്ധാത്മാവാകുന്ന ദൈവം അവിടെ വന്ന് ഇറങ്ങി അവിടെ ഭരിക്കുമ്പോഴാണ് അവൻ ദൈവപുത്രനായിട്ട് മാറുന്നത്. അല്ലല്ലേ? അപ്പോസ്തല പ്രവൃത്തി 15:8 വായിക്കുമ്പോൾ, ഹൃദയങ്ങളെ അറിഞ്ഞ ദൈവം നമുക്ക് വിശുദ്ധാത്മാവ് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവ് കൊടുത്ത് അവരെക്കുറിച്ച് അവിടെ കണ്ടോ സാക്ഷ്യം, അല്ലേ? സാക്ഷ്യം, വിശുദ്ധാത്മാവ് സാക്ഷ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എബേസ്യർ 1:13 വായിക്കുമ്പോൾ, നമ്മൾ വിശ്വാസികളായപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ചെയ്ത് അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവായ മുദ്ര. ഓക്കെ, അവകാശത്തിന്റെ അച്ചാരമായ മുദ്ര, അല്ലേ? വളരെ വ്യക്തമായ വാക്ക്. ഈ മുദ്ര ഉണ്ടോ നിങ്ങൾക്ക്? വേണം. എല്ലാവർക്കും ഈ മുദ്ര ഇല്ലെങ്കിൽ ദൈവം, നമ്മളിവിടെ അപ്ലിക്കേഷൻ ഇടുന്ന അവിടെ, പക്ഷെ അവിടെ സീൽ വെച്ചല്ലോ, സൈൻ ചെയ്ത് ആദറേറ്റീവ് സിഗ്നേറ്ററി പറയും, സൈൻ വെച്ചില്ലല്ലോ. ഓക്കെ, ഇതൊരു വളരെ പ്രത്യേകമായ ശ്രദ്ധയിൽ കൊള്ളേണ്ട കാര്യമാണ്. അത് 4:30 വായിക്കുമ്പോൾ, വീണ്ടെടുപ്പിന്റെ നാളിന്റെ മുദ്ര. വീണ്ടെടുപ്പിനാളുടെ മുദ്ര, അല്ലല്ലേ? മനസ്സിലാകുന്നു? ഈ വിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിച്ചോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ വിശുദ്ധാത്മാ? ഇന്നൊന്നും കൂടെ പറയാം. പലപ്പോഴും എനിക്ക് പരിശുദ്ധാത്മാവുണ്ട് പാസ്റ്റർ, ഞാൻ കയ്യെ കാലം ഉതറും, അന്യ ഭാഷയൊക്കെ സംസാരിക്കും ഉതറും എന്ന് പറഞ്ഞാൽ പോരല്ലേ? അവിടെ റോമർ 8:14 വായിക്കുമ്പോൾ, വിശുദ്ധാത്മാവിന്റെ ദൈവാത്മാ നടത്തുന്നവരിവരും ദൈവമക്കൾ ആരാ? ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരല്ലേ? മനസ്സിലായോ? ഇങ്ങനെയാണ് സഭ, ക്രിസ്തുവിന്റെ യേശുവിന്റെ സഭയെ ശുദ്ധീകരിക്കേണ്ടത്, അല്ലേ? ശുദ്ധീകരണം ഇങ്ങനെയാണ് വരുന്നത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പലരും അങ്ങനെ ഇങ്ങനെ പറയുന്നതല്ല. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അതൊന്നും പറയുന്നത് വിശുദ്ധീകരണം വരുന്നില്ല. ഓക്കെ, ആദ്യ ഫൗണ്ടേഷനാണ് ഞാൻ വിശുദ്ധാത്മാ സംസാരിക്കുന്നത്. അപ്പോൾ മുദ്ര എന്ന് പറയുന്നു അവരുടെ ദൈവ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്കറിയാം ഇവിടെ പെന്തക്കോസ്തേ സഭകളിൽ അന്യഭാഷ, ഇത് വല്ലമൈ, ശക്തി, ആവി, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ ഈ ആത്മാവൊക്കെ വിശുദ്ധാത്മാവാണോ എന്നുള്ളത് കുറച്ച് അത് ചിന്തിച്ച് ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതാണ്, അല്ലല്ലേ? കാരണം യേശാസൻ എന്ന് പറയുന്ന പ്രവാചകൻ അന്ന് എനിക്ക് എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് പ്രവാചകൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു. ചില കാര്യം പറഞ്ഞു, അതിൽ ഒരു കാര്യം പറഞ്ഞ എങ്ങനെയാണ്, തമിഴിൽ എങ്ങനെയാണ്, പിശാച അന്യഭാഷ പാത്തുക, പൈശാചം അന്യഭാഷയിൽ സംസാരിക്കാൻ നോക്കിയുള്ളതെന്ന് പറഞ്ഞു അന്ന്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, എന്താ പൈശാചം അന്യഭാഷയിൽ സംസാരിക്കുമോ? അങ്ങനെ സംസാരിച്ചാൽ ഈ അന്യഭാഷ പൈശാചം സംസാരിക്കുന്നതോ വിശുദ്ധാത്മാവ് എങ്ങനെ തിരിച്ചറിയുവാണെങ്കിൽ വളരെ കൺഫ്യൂഷൻ ആയി പോകുമല്ലോ. അവർ പറഞ്ഞിട്ട് പോയി. എനിക്ക് അവരുടെ എതിരായിട്ടൊന്നും ചോദിക്കാൻ അന്ന് ധൈര്യമില്ല, പോയാലില്ല, എനിക്കങ്ങനെയുള്ള ഇല്ല, അങ്ങനെ പോയി. പിന്നീട് വർഷങ്ങളായി ഞാൻ പല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നതാണ്. ഞാൻ സ്ട്രൈറ്റായിട്ട് ആ കാര്യം പറയാം. കന്യാകുമാരി എന്ന അവിടെ സ്ഥലത്ത് ഞാനും ഇന്നൊരു പാസ്റ്ററായിട്ട് ഞാൻ ഇവിടെ ചർച്ചിനുള്ളിൽ സംസാരിക്കുന്നു, സ്ട്രീറ്റ് പ്രീച്ചിങ്, തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നു, വ്യാഴാഴ്ച വീക്ക്ലി വൺസ്. പിന്നീട് ഭവന പ്രാർത്ഥനകളിൽ ഓരോ ദിവസം പല രീതിയിൽ എനിക്ക് വരും, അങ്ങനെ വരും, പല രീതിയിലും ദിവസം അത്തരം പ്രതി അങ്ങനെ പോലെ സംസാരിക്കുന്നതാണ്. അങ്ങനെ ഒരു പാസ്റ്ററിനെ അയച്ചു കൊണ്ട് ചെന്നു, അവിടെ പ്രാർത്ഥിക്കണം, ഏതെങ്കിലും വചനം സംസാരിക്കണമെന്ന്. അവിടെ പോയപ്പോൾ അവിടെ ആദ്യം കുറച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ആ വീട്ടിലുള്ള സ്ത്രീ
അങ്ങനെ കുതിച്ച് തുള്ളി കുതിച്ച് അങ്ങനെ അന്യഭാഷയിലുണ്ടോ ഭയങ്കര ബഹളം. അപ്പം ഞാൻ വിചാരിച്ചു, ഓഹോ, കാത്തലിക് ചർച്ചിൻ്റെ അടുത്താണ്. അവിടെ ചെന്നപ്പോൾ വീടൊക്കെ ലോക്ക് ചെയ്തായിട്ട് നമ്മൾ അവിടെ പ്രാർത്ഥിച്ചത്. അവിടെ ആരെയും പോകാൻ സമ്മതിക്കുന്നില്ല, അടിക്കും അവിടെ പോകുന്നത്. ആ സ്ട്രീറ്റിൽ വേറെ ആരും ചെല്ലരുത്, പാസ്റ്റർ പ്രസംഗിക്കുക പെന്തക്കോസ്തുകാരാണ് അവിടെ ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ ഉള്ള പ്രശ്നം. പക്ഷേ ഇവർ എവിടെയോ പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ പിന്നീട് ഞാൻ അവിടെ ഒരു വചനം സംസാരിച്ചു. അത് മത്തായി 6:33. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, അല്ലേ, നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയെങ്കിൽ ദൈവരാജ്യം എന്നാലേ ദൈവം, സ്വർഗസ്ഥനായ ദൈവം ഭരിക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. ഇതിനൊരു പുറത്ത് വേറൊരു ഭരണമുണ്ട്, അല്ലേ. ദൈവരാജ്യത്തിൻ്റെ പുറത്ത് എതിരായിട്ട് വേറൊരു ഭരണം ഇവിടെ കാണുന്നു എന്ന് അങ്ങനെ പോലെ ഒരു 5 നിമിഷത്തിനുള്ളിൽ അങ്ങനെ സംസാരിച്ചപ്പോൾ ഈ അന്യഭാഷ പേശി കുറിച്ചല്ലേ ആ സ്ത്രീ അവിടെ കുറച്ച് തലയെ തിരിക്കി, പിന്നീട് കയ്യെ മുറുക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ആരാണ് അറിയാമാടാ നിനക്ക് എന്ന് അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ആരെന്നറിയാൻ എനിക്ക് ഇഷ്ടമല്ല, ഓടിപ്പോന്ന് പറഞ്ഞോടെ. ഓ പിന്നീട് അവിടെ വീണു, അവിടെ സർപ്പം പോലെ അവിടെ വളഞ്ഞു നെളിഞ്ഞു, വോമിറ്റൊക്കെ ചെയ്തു, പിന്നീട് പോയി. അല്ലേ ഓക്കെ, ഒന്നും മതിയല്ലേ. ഞാൻ പലരും അങ്ങനെ കാണുന്നതാണ്. അപ്പോൾ വെറുതെ അന്യഭാഷ മാത്രം, അന്യഭാഷയിൽ നിങ്ങളെക്കാൾ അധികമായിട്ട് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവനാണ്. ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന പോലെ ആരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ലല്ലോ. എന്നെ അറിഞ്ഞ പാസ്റ്റർമാർ പറയും ഇത്ര സംസാരം അങ്ങനെ വരും, പ്രസംഗിക്കുന്ന പോലെ വരും. തമിഴോ മലയാളമോ വരില്ല, അന്യഭാഷയിൽ ചെല്ലും, പാട്ടൊക്കെ അങ്ങനെ ചെല്ലും. അങ്ങനെയുള്ള എനിക്കെതിരായി ഞാൻ സംസാരിക്കുന്നതല്ല. അന്യഭാഷയിൽ വന്നാൽ സംസാരിക്കുക, പ്രാർത്ഥിക്കുക, അത് തടസ്സം ചെയ്യരുത്, അല്ലേ, അത് ആഗ്രഹിച്ച് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധാത്മ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം 2 കാര്യം പറയാം. ഒരു വചനം ഗലാത്യ 5:22-23. ആത്മാവിൻ്റെ ബലമോ സ്നേഹം, വായിക്കുക, ആത്മാവിൻ്റെ ബലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. മതി. അപ്പം അത് ടൈറ്റിൽ അങ്ങനെയാണ്, പരിശുദ്ധാത്മാവിൻ കനികൾ തമിഴിൽ. വിശുദ്ധാത്മാവിൻ്റെ ബലങ്ങൾ ആർക്കുള്ളെങ്കിലും ഈ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധാത്മ വന്നെങ്കിൽ ഇങ്ങനെയുള്ള ഗുണാംശങ്ങൾ വരും എന്നുള്ളതാണ്. അല്ലല്ലേ, ഒരേ ദിവസത്തിൽ വരും എന്നല്ല, വരും കണ്ടിപ്പായിട്ട്, അത് തീർച്ചയായിട്ടും വരും. അങ്ങനെ വരുന്നോ എന്നുള്ളത് നോക്കുക ആദ്യം. രണ്ടാമത് 1 കൊരിന്തി 2-ാമത്തെ ആയതിൻ്റെ 12-ാം വചനം വായിക്കുമ്പോൾ, 1 കൊരിന്തി 2:12 വായിക്കുമ്പോൾ, നാമോ ലോകത്തിൻ്റെ ആത്മാവിനല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്. മതി ആത്മാവുള്ള അത്രയും. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 2 ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇറ്റ്സ് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവാണല്ലേ. ഇന്നൊന്ന് ഈ ലോകത്തിൽ ഭരിക്കുന്ന ഇന്നൊരു ആത്മാവാണ്. 2 ആത്മാവ് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. യേശു അങ്ങനെയാണ് പറഞ്ഞത്. ലൂക്കാ 24:41 നിങ്ങളോ സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവിനായിട്ട് അവിടെ കാത്തിരിക്കുക, അവരെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിൽ നിന്ന്, ഉന്നതം, നമ്മളുടെ ഉന്നതത്തിൽ. ഓക്കെ. അപ്പോൾ പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് കിട്ടിയത് സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ് നമ്മൾ വന്നാൽ 9-ാം വചനം അവിടെ 1 കൊരിന്തി 2:9 വായിക്കുമ്പോൾ എന്താ മലയാളത്തിൽ? മലയാളത്തിൽ 2:9 സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നീട് ദൈവം നമ്മുടെ ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇവിടെ എന്താ മനസ്സിലാക്കി? സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാ വരുമ്പോൾ സ്വർഗത്തിനെ കുറിച്ചുള്ള വെളിപ്പാട് വരുന്നു, അല്ലേ. സ്വർഗത്തിനെ ആത്മാവ് അവിടെ നിന്ന് വന്നതാ, വെളിപ്പാട് തരും എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് വിശുദ്ധാത്മാവിൽ അങ്ങനെ അങ്ങനെയൊക്കെ അവർ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ പലരും സ്വർഗ വെളിപ്പാട് സംസാരിക്കുന്നില്ലല്ലോ, സ്വർഗത്തിനെ പ്രാധാന്യപ്പെടുത്തി സംസാരിക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ ആത്മാ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടല്ലോ.
എപ്പോഴും ലോകപ്രകാരமான കാര്യമാണ് സംസാരിക്കുന്നത്, അല്ലേ? അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നതല്ല എന്നുള്ളതാണ്. ഇതാദ്യം ശ്രദ്ധയോടെ മനസ്സിലാക്കുക, അല്ലല്ലയോ? ഈ ആത്മാ എവിടെ നിന്ന് വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ യോഹന്നാൻ 17, യോഹന്നാൻ 16-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. നോക്കട്ടെ, 8 വായിക്കാമോ? 8:16 പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. മതി. അത് തമിഴിൽ ഇങ്ങനെയാണ്, ലോകത്തിനെ കണ്ടിത്ത് ഉണർത്തും, അല്ലല്ലേ? ലോകത്തിന് എതിരായിട്ട് അതാണ് കാര്യം. സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവാണ്, സ്വർഗത്തിനെ കുറിച്ച് വെളിപ്പാടുകളാണ് തരുന്നത്. ലോകത്തിന് എതിരായിട്ട് പ്രവർത്തിക്കും, സംസാരിക്കും എന്നുള്ളതാണ്. അതാണ് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നത്. അവരൊക്കെ ലോകപ്രകാരമായവരാണ്. 4, 5, 6 വായിക്കാം. 5, 6. ആകയാൽ ലൗകികമായി സംസാരിക്കുന്നു, കേൾക്കുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിന്നാകുന്നു, അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും, അല്ലാത്തവൻ കേൾക്കുന്നില്ല. 6, സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുള്ള ആത്മാവേതെന്നും. കണ്ടോ? മനസ്സിലായല്ലോ? അപ്പോൾ വഞ്ചനയുള്ള ആത്മാവ്, ഡിസെപ്റ്റീവ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ലോകത്തിനെ കുറിച്ച്, ഈ ലോകത്തെ തന്നെ അനുഗ്രഹമെന്ന് അധികമായിട്ട് സംസാരിക്കുന്നതും അങ്ങനെ വിശ്വസിക്കുന്നതും ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്, അല്ലല്ലോ? അത് വളരെ ശ്രദ്ധയിൽപ്പെടുന്നു. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്നു, കുറച്ചു കാലം ഇവിടെ ജീവിക്കുന്നു, അതൊക്കെ വേണം എന്നുള്ളത് വാസ്തവതയാണ്. ഇപ്പോൾ പെന്തക്കോസ്തേ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണ് എന്തെന്ന് തിരിച്ചറിയുവാൻ ഈ വചനം കൊണ്ട് നമുക്ക് കഴിയുമല്ലോ, അല്ലല്ലേ? ഇത് കഴിയും. അത് ലോകം പൈശാചിക പീഡനത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ ഇത് കുറച്ച് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ മാതൃക, യേശുവിൻ ഉള്ളിൽ തന്നെ ആയിരുന്ന ആത്മാവ്, യേശുവിൻ ഉള്ളിൽ തന്നെ. ഗലാത്യർ 4:6 വായിക്കുമ്പോൾ പുത്രൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. പുത്രൻ്റെ ആത്മാവ് നിങ്ങൾ അയച്ചു. റോമ 8:9 ക്രിസ്തുവിൻ്റെ ആത്മാവല്ലാതെ ഒരു ക്രിസ്തുവിനുടേവർ അല്ല. അതായത് ക്രിസ്തുവിൽ ഏത് ആത്മാവ് ദൈവം നൽകിയിരുന്നോ, അപ്പോസ്തല പ്രവൃത്തി 10:38 ദൈവൻ അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചിരുന്നു, ദൈവൻ അവനോട് കൂടായിരുന്നു. ആ ആത്മാവാണ് നമുക്ക് തന്നത്. അങ്ങനെയെങ്കിലേ നമുക്കും ഫിലിപ്പിയർ 2:5 ക്രിസ്തു യേശുവിലുള്ള ഭാവം, അല്ലേ? ചിന്താഗതി, ഭാവം നിങ്ങളിൽ ആയിരിക്കണം. അങ്ങനെയെങ്കിലേ യേശുവിൻ വചനം, യേശുവിൻ മാതൃക, യേശുവിനുള്ളിരുന്ന ആത്മാവ് നമുക്കുൾ ആയിരുന്നാൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മൾ വരും. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് കാര്യം. അപ്പം ഇങ്ങനെ ചെല്ലുമ്പോൾ യേശു പറയാണ്, ഞാൻ അവർക്ക് എന്താ നൽകും? പല പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിലാണ്. ഇവരെൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, ആരും എന്നെ കയ്യിലിരുന്ന് പിടിച്ച് പറിക്കുകയില്ല. പലപ്പോഴും യേശു എന്ന് പറയുന്നവരെ പൈശാച് പിടിച്ച് പറിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കാണുമല്ലേ? അതിൻ്റെ കാര്യം എന്താണ് ഇപ്പോൾ മനസ്സിലായോ? യേശു എന്ന് പറയും, അവിടെ കരത്തിലല്ല, ബലത്തെ കരത്തിൽ അടങ്ങിയിരുന്നെങ്കിൽ തമ്മിൽ പറയും. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവയെ അറിയുന്നു, അവരെ മാത്രമേ എനിക്കറിയാം, മറ്റവരറിയില്ല. യേശു എന്ന് വിളിക്കുന്നവരല്ല. അത് മത്തായി 7:21 സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം ചെയ്യാതെ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ സ്വർഗത്തിൽ ചെല്ലുന്നല്ല. എൻ്റെ കർത്താവെന്ന് വിളിക്കും, അവിടെ പൈശാചിനെ പുറത്താക്കും, രോഗസൗഖ്യം നൽകും. അവിടെ പറഞ്ഞിട്ടുണ്ട്, തമ്മിലെ നെറികെട്ടവരെ, അക്രമ ചെയ്യുക, ദുഷ്പ്രവൃത്തിക്കാർ, അല്ലേ, ചെല്ലും എന്ന് പറയും. അപ്പം അങ്ങനെയെങ്കിൽ ഈ അടിസ്ഥാനത്തിൽ ജീവിക്കാതെ ചെല്ലുന്നവർ യേശുവിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അവരറിയില്ല എന്ന് പറയുമെന്നുള്ളതാണ്. അവസാനം പറയുന്നത്, ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു. 1-2 കാര്യം പറയണം. ഞാൻ അവർക്ക് എന്താ നൽകുന്നു? നിത്യജീവൻ. ആവർത്തന പുസ്തകം ഉപാഗമ ഡ്യൂട്ടോറമി 28-ാം അധ്യായത്തിൻ്റെ 14 വചനങ്ങളിൽ അവിടെ മോശെ മുഖാന്തരമായിട്ട് ദൈവം ഒരു പഴയ നിയമത്തെ കൊടുത്തല്ലോ ഉടൻപടി. ആ ഉടൻപടി പടി ജീവിച്ചാലേ അവർ പറയുന്നത് അനിത്യമായ ലോകപ്രകാരമായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് വാഗ്ദാനമായി തരും എന്നുള്ളതാണ്. നമുക്കറിയാം, അല്ലേ? അനിത്യം, മാഞ്ഞു പോകുന്ന ലോകപ്രകാരമായി. പക്ഷെ ഇവിടെ യേശു പറയുന്നത്, ഞാൻ നിത്യജീവ വാഗ്ദാനം തരുന്നു, അല്ലല്ലയോ? നിത്യജീവൻ.
1 യോഹന്നാൻ 2:25-26 നിത്യ ജീവനെ നൽകും എന്നുള്ളതാണ് അവൻ നമുക്ക് ചെയ്തിരിക്കുന്ന വാഗ്ദാനം. നിങ്ങളെ വഞ്ചിക്കുന്നവരെ കുറിച്ച് ഇതാണ് എഴുതിയത് എന്ന് യോഹന്നാൻ പറയും. മനസ്സിലാകുന്നോ? നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് അവസാനമില്ലാത്ത സന്തോഷപൂർണതയുള്ള ജീവിതം, അവസാനമല്ലാതെ സന്തോഷപൂർണതയുള്ള ജീവിതം എന്നാണ് നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ്. മരിക്കാൻ ഇഷ്ടമല്ല, സന്തോഷപൂർണതയോട് ജീവിക്കാൻ നമുക്ക് ഇഷ്ടം. പക്ഷെ അത് പറ്റുന്നില്ല. അത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദമിനെ തൻ്റെ സ്വരൂപത്തിലും ഛായയിലും നിർമ്മിച്ചു എന്നുള്ളതാണ്. അത് ഇൻ ഇംഗ്ലീഷ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ദൈവത്തെ പോലെ ആസ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആദാം എങ്ങനെ ആയിരുന്നു എന്നാൽ അവിടെ 1 തീമോഥെയോസ് 6:16 വായിക്കുമ്പോൾ ഒരുവരായി അമർത്യതയുള്ളവൻ അല്ലേ ദൈവം. ആര്? അമർത്യതയുള്ളവൻ, നിത്യജീവൻ, സാകാത്തവൻ അല്ലേ. അപ്പം ദൈവം അമർത്യത ഉള്ളവനെങ്കിലേ അവനെപ്പോലെ മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നാൽ അവരും അങ്ങനെ അന്ന് ആയിരിക്കണം അല്ലേ? അതല്ലേ? അപ്പോൾ ആദ്യം ആദം ഹവ്വ മരിക്കാൻ കഴിയാതെ, മരണം, ചാവ് എന്നുള്ളത് എന്താണെന്ന് അറിയാത്തവനായി ജീവിച്ചു എന്നുള്ളതാണ് ആദ്യം. രണ്ടാമത് ദൈവം തേജസ്, ഒളിയെ, വെളിച്ചം ഉടുപ്പാക്കുന്നു. സങ്കീർത്തനം 104:2 വെളിച്ചത്തിന് ഒളിയെ ഉടയായി അണിந்திருக்கிறார் എന്ന് കാണുന്നു. സങ്കീർത്തനം 8:5 വരുമ്പോൾ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊണ്ട് അവനെ അണിയിച്ചിരിക്കുന്നു അല്ലേ. ഇപ്പോൾ ദൈവം തൻ്റെ വസ്ത്രം മനുഷ്യൻ ആദം ഹവ്വാന് കൊടുത്ത് തേജസ് കൊണ്ട് മൂടിയിരുന്നു. വസ്ത്രം, വെളിച്ചം. ഓക്കെ. മൂന്നാമത് മത്തയി 5:48 സ്വർഗസ്നായ ദൈവം സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണനായിരിക്കുവൻ. അങ്ങനെയെങ്കിൽ ആദം ഹവ്വ അന്ന് സൽഗുണപൂർണ്ണനായാണായിരുന്നത് ആദ്യം, അല്ലല്ലയോ? ഓക്കെ. പിന്നീട് സങ്കീർത്തനം 16:11 നിങ്ങളുടെ വലതുപാർശ്വത്ത് സന്തോഷവും പ്രമോദങ്ങളും സന്തോഷപൂർണത. അങ്ങനെ അത് ദൈവം എന്ന് പറയുന്നത് സന്തോഷപൂർണത എന്ന് പറയുന്ന സ്ഥിതിയാണ്. അങ്ങനെയെങ്കിൽ ആദം ഹവ്വാക്ക് കരച്ചൽ എന്ന് പറയുന്നത് ഏതെന്ന് അറിയില്ല. അപ്പോൾ മനസ്സിലായോ? എപ്പോഴും സന്തോഷമാണ്. പിന്നീട് ദൈവിക ഐക്യതയാണ് അവിടെ തോട്ടത്തിൽ വന്നു. 3-ാം അധ്യായത്തിൽ വായിക്കുമല്ലോ, 8-ാം വചനത്തിൽ വായിക്കുമ്പോൾ ദൈവം അവിടെ വരും, അവിടെ വന്ന് അവിടെ ശബ്ദം കേട്ട് സംസാരിച്ചു എന്നുള്ളത് അവിടെ കാണാം. എന്തൊക്കെ മനസ്സിലാക്കി? ദൈവം അമർത്യതയുള്ളവൻ എന്നുള്ളതുപോലെ അന്ന് മനുഷ്യനും സാകാത്തവനായിട്ടായിരുന്നു. രണ്ടാമത് തേജസ് പ്രകാശമാണ് അവൻ്റെ ഉടുപ്പായിരുന്നു. പിന്നീട് പൂർണ്ണ സർഗുണം ഉള്ളവനായിട്ടായിരുന്നു. പിന്നീട് സന്തോഷപൂർണതയുള്ളവനായിരുന്നു. ദൈവിക ഐക്യത. ഇങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് വെച്ചിരുന്നത്. പിന്നീട് അവിടെ പൈശാച് വന്നു. നിങ്ങൾക്ക് അറിയാം, വെളിപ്പാട് 12:9 വായിക്കുമ്പോൾ ലോക മനുഷ്യൻ ചതിക്കുന്ന പൈശാചെന്നും സാത്താനെന്നും പറയുന്ന പഴയ പണ്ടത്തെ സർപ്പമോ പാമ്പോ. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ. അവിടെ വന്നത് പൈശാചാണ്. പൈശാച് അവിടെ കയറി, അല്ലെങ്കിൽ ഹി ബിക്കേം സർപ്പൻറ്റ്. ഓക്കെ, ഹീബ്രുവിൽ അങ്ങനെ കാണാം. വന്ന് അവർ പറഞ്ഞതാണ്, ദൈവം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അനുസരിക്കണ്ട. ദൈവം പറഞ്ഞത് ഇവിടെ ഈ കാര്യം, നന്മ തിന്മേൻ്റെ ഫലം ഇപ്പോഴത് നീ തിന്നരുത്. കാരണം ഇപ്പം നന്മ മാത്രമല്ലേ ഇവിടെ ഉള്ളത്, തിന്മയില്ലല്ലോ. അതുകൊണ്ട് തിന്നരുത്. അവിടെ പുറത്ത് ഒരു നായിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ തോട്ടത്തിനെ സൂക്ഷിക്കണം. അത് തള്ളപ്പെട്ട ദൂതൻ എന്ന് പറയുന്നത് പൈശാചാണ്. അത് വേറൊരു കാര്യം, സമയമില്ല. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. നീ തിന്നരുത്, ഞാൻ പറയുമ്പോൾ തിന്നാൽ മതി. അത് ഹീബ്രുവിൽ വായിക്കുമ്പോൾ അങ്ങനെ ആവുന്നു. അപ്പോൾ പൈശാച് പറയുന്നതാണ് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഇല്ലല്ല നിങ്ങൾ തിന്നുക, ദൈവം പറയുന്നത് അനുസരിക്കണ്ട എന്ന് 3-ാം അധ്യായം 4-5 വചനത്തിൽ വായിക്കുന്നു. നിങ്ങൾ ദൈവത്തെ പോലാകും. ഇപ്പം ദൈവത്തെ പോലല്ലേ ഇരിക്കുന്നത്. ഓക്കെ, എന്നോട് ഇതൊരു കാര്യം ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ വളരെ വലിയ ഒരു പാപം തെറ്റ് ചെയ്തതാണ്. ദൈവത്തെ അവിടെ വരുമല്ലോ, അവിടെ പകൽക്കാലത്ത് അവിടെ വരുന്നതല്ലേ, അവിടുത്തെ ഒരു വാക്ക് ചോദിക്കാമല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്, അനുഗ്രഹമായിട്ട് ഇരിക്കുന്നതാണ്, ഇത് എന്താ കാര്യം എന്ന് ചോദിച്ചില്ല. അതാണ് കാര്യം. ചോദിക്കാതെ പൈശാചിൻ്റെ പുറകിൽ പോയി അവർ തിന്നു. അവിടെ അണിയിച്ചിരുന്ന തേജസ്, ഒളി വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. അതാണ് കാര്യം. പിന്നീടാണ് വേറെ വസ്ത്രം വന്നത്. ഓക്കെ, ഇങ്ങനായി. പിന്നീട് ഉൽപ്പത്തി 3-ാം അധ്യായം 16-19 വായിക്കുമ്പോൾ അങ്ങനെ പറയാണ്, സ്ത്രീയോട് പറയാണ്, നീ ഇങ്ങനെ ചെയ്തല്ലോ, ഇനി നീ പ്രസവിക്കുമ്പോൾ എൻ്റെ ഗർഭധാരണയെ വലുതാക്കും, വർദ്ധിപ്പിക്കും, അധികരിക്കുമെന്ന് പറഞ്ഞു. കാരണം ഓക്കെ, നിങ്ങൾ വിശുദ്ധി നഷ്ടപ്പെട്ടു, ഇനി നിങ്ങളുടെ വംശം വിശുദ്ധ വംശമായിട്ട് കാണുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പോയി, അപ്പോൾ നിങ്ങളുടെ വംശം അങ്ങനെ ആവും.
അതുകൊണ്ട് നിങ്ങൾ ഇനി വർദ്ധിപ്പിക്കേണ്ട എന്ന് അങ്ങനെ ആക്കി. ആദമിടത്തിൽ ആദ്യം 1:28 വർദ്ധിപ്പിക്കാൻ പറഞ്ഞതാണ്, അനുഗ്രഹിച്ചു എന്നുള്ളത്. ഇപ്പോൾ പൈശാചിൻ്റെ പറയല് ഇനി അനുഗ്രഹിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ആദമിടത്തിൽ നീയും അങ്ങനെ എന്നെ ഉപേക്ഷിച്ചല്ലോ, എനിക്കെതിരായി വന്നല്ലോ, അതുകൊണ്ട് ഈ ഭൂമി നിൻ മുഖാന്തരം ശപിക്കപ്പെട്ടിരിക്കും, വെള്ളം പറക്കാരെയും മുളപ്പിക്കും, അത് വലിയ സസ്യം നീ ഭക്ഷിക്കും, ഈ ജീവിച്ചിരിപ്പോളം കഷ്ടതയോടെ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തിരികെ ചേരാമെന്ന് പറഞ്ഞു. ഇന്ന് വരെ നമ്മൾ എല്ലാവരും ഇതാണ് ജീവിതത്തിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. മാറ്റുവാൻ കളിയില്ല. ഇതാദ്യം മനസ്സിലാക്കുക. പിന്നീട് ദൈവം പറഞ്ഞതുപോലെ ആദമിൻ്റെ ആദ്യത്തെ പുത്രൻ കായീൻ കൊലപാതകനായി മാറി. അവനെ പൈശാസാണ് കൊലപാതകമാക്കിയതെന്ന് 8:44 യോഹന്നാൻ പറയുന്നത്. ഈ പൈശാസ് തമിഴിൽ ആദ്യം മുതൽ കൊലപാതകനായി இருக்கிறான். മുതൽ കൊலை, ആദ്യത്തെ കൊലയ്ക്ക് ആരാണ് മുഖാന്തരം? ഈ പൈശാസാണ്. ആദമഹവാവെ ദൈവ ഐക്യതയിൽ നിന്ന് അങ്ങനെ ഉടച്ച് ഇങ്ങനെ ഇല്ലാതാക്കി ഈ ശാപമൊക്കെ കൊണ്ടുവന്നത് പൈശാസാണ്. കായിനെ കൊലപാതകനാക്കിയത് പൈശാസാണ്. പിന്നീട് 6:5 ഉൽപ്പത്തി വായിക്കുമ്പോൾ മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങളൊക്കെ നിത്തമം പൊല്ലാതത് ദുഷ്പ്രവൃത്തിയുള്ളവരായിട്ട് ദോഷമുള്ളതായിട്ടായിരുന്നു. അതിൻ്റെ കാരണം എല്ലാവരും പൈശാചിൻ്റെ പീഡനത്തിലായി എന്നുള്ളതാണ്. മനസ്സിലായോ? സൽഗുണ പൂർണ്ണ പോയല്ലോ. ഓക്കെ, അവർ അഴിച്ചു, നോഹയെ മാത്രം വെച്ചു എന്നുള്ളത് അറിയാം. പിന്നീട് അബ്രഹാം ദൈവത്തിന് അനുസരിച്ചത് കീഴടങ്ങിയത് പറഞ്ഞതുപോലെ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് പോ എന്ന് പറഞ്ഞതുപോലെ പോയത് കൊണ്ട് അബ്രഹാമിനത്തിൽ പറഞ്ഞു, നിന്റെ വംശത്തിനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇസ്രായേലരെ എടുക്കുന്നത്. ഇസ്രായേലർക്ക് ഒരു തനിയായിട്ട് ഒരു ഏരിയ, അതായത് അവർ പറയുന്നത് അത് ലേവി 20:26 ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധന്മാരായി ആയിരിക്കുവേൻ, അതിനായിട്ട് ഞാൻ നിങ്ങളെ മറ്റ് ജാതി ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തു എന്നുള്ളതാണ് അല്ലേ. എൻ്റെ മക്കളായിട്ട് മൈ ഓൺ പീപ്പിളായിട്ടായിരിക്കുമെന്ന് അങ്ങനെ എടുത്തു. ന്യായവിധിയൊക്കെ കൊടുത്തു. പക്ഷെ അവർ ന്യായവിധിയിൽ നടന്നില്ല. അതാണ് കാര്യം. അങ്ങനെ ന്യായവിധിയിൽ നടന്നാൽ ഈ അനുഗ്രഹമൊക്കെ തരുമെന്നാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം മുതൽ 14 വചനങ്ങൾ കാണുന്നത്. പക്ഷേ ഇവർ ഒരു കാളക്കണ്ണല്ലേ, കാളക്കണ്ണ് ഉണ്ടാക്കി നമസ്കരിച്ച് ഇതാണ് നമ്മളെ അവിടെ മിസ്ര ദേശത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. ആ വചനം ഷാട്ടാ പോകുന്നു. അങ്ങനെ പറഞ്ഞു. യെരുശലേമിൽ അവിടെ ബിംബങ്ങൾ വിഗ്രഹം എന്ന് പറയും വെച്ചു. അതൊക്കെ എസെക്കിയേൽ യെരേമ്യ പ്രവാചകന്മാരുടെ ബുക്കിൽ നമ്മൾ കാണുന്നു. ദൈവത്തെ എരിച്ചലൂട്ടി, തമിഴിൽ കോപപ്പെടുത്തി. അങ്ങനെ ആയതുകൊണ്ട് യേശയ്യ 65:17 പിന്നീട് യെരുശലേമൊക്കെ ഇല്ലാതാക്കി. അത് നെബൂഖദ്നേസർ കൊണ്ടത് അഴിച്ചു. പിന്നീട് യേശയ്യ 65:17 പറയുകയാണ്, ഇതാ ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും പണിയാൻ പോകുന്നു, മുമ്പിലത്തവ ഇനി ഓർക്കുന്നില്ല. മനസ്സിലാകുന്നോ? വളരെ പ്രാധാന്യമൊരു വചനമാണ്. ഇത് മതി എന്ന് പറഞ്ഞിട്ട് യേശു അയച്ചു. യേശു വന്ന് മുതൽ ആദ്യത്തെ പ്രസംഗം എന്താണ്? മനം തിരിയുക, സ്വർഗലോകം അത് സ്വർഗലോകം കുറിച്ച് യേശു സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് യോഹന്നാൻ 14:2-3 വായിക്കുമ്പോൾ അവിടെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടെ സ്ഥലങ്ങളുണ്ട്, നിനക്ക് അവിടെ ഒരു സ്ഥലം ഒരുക്കാൻ ചെല്ലുന്നല്ലേ, അവിടെ സ്വർഗത്തിൽ. മനസ്സിലാക്കി? ഓക്കെ, അവിടെ സ്ഥലം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 7-13 വരെ വായിച്ചാൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. പിന്നീട് 13 ദൈവ വാഗ്ദാന പ്രകാരം പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അല്ലല്ലേ? മനസ്സിലാകുന്നോ? പുതുസ് പണിയാൻ പോകുന്നു. തിരുവെളിപ്പാട് 21:1 വായിക്കുമ്പോൾ പുതിയ ആകാശവും ഭൂമിയും കണ്ടു, മുമ്പിലത്തവ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. 3-ാം വചനത്തിൽ അവിടെ ഇതോ മനുഷ്യരുടെ മധ്യയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ വസിപ്പിടം ആകുന്നു എന്നല്ലേ. അന്ന് ഏതേൻ തോട്ടത്തിൽ അങ്ങനെയല്ല ആയിരുന്നത്, അതുപോലെ തിരിച്ചു വരികയാണ്. ഇതൊക്കെ തിരിച്ചു വരികയാണ്. ഓക്കെ, അങ്ങനെ ആകുന്നു. അത് 21:4 അവരുടെ മുഖത്തിൽ ഇരുന്ന കണ്ണിനീരും ഒക്കെ തുടച്ചു കളയും. അല്ലല്ലോ? ഒക്കെ തുടച്ചു കളയും. ഇനി മരണമില്ല, വിശപ്പില്ല, എപ്പോഴും സന്തോഷമായി ജീവിക്കുന്ന ഒരു കാര്യമായിരിക്കും, ദൈവ പ്രസന്നം അവിടെ ആയിരിക്കും എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉള്ള കണ്ണീരൊക്കെ അത് രാവിലെ തുടച്ചാൽ പിന്നെ വൈകുന്നേരം പിന്നെ കണ്ണീരടിക്കേണ്ടി വരും, പിന്നെ പിറ്റേ ദിവസം അങ്ങനെ തന്നെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ടോട്ടൽ എല്ലാം അവസാനിക്കും. അവിടെ കണ്ണീരില്ല എന്നുള്ളതാണ്. അങ്ങനെ സാവില്ല, അത് അവിടെ കാണും. ഇനി മരണം, സാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുവാൻ യേശു ചെന്ന് നിൽക്കുന്നതാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വചനമാണോ അവനായിരിക്കുന്നത് പോലെ അവനെ ദർശിക്കുന്നത് കൊണ്ട്
അവനക്ക് ഒപ്പായി തുല്യമായിട്ട് അവനെ പോലെയാവും. ഹല്ലേലൂയ. യേശുവിനെ പോലെ ഒരു ശരീരം, യേശുവിനെ പോലെ ഒരു ശരീരം നമുക്ക് ദൈവം കൊടുക്കുന്നതാണ്. മനസ്സിലാകുന്നോ? യേശു പുനരുദ്ധാരണമായി വന്നല്ലോ, ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ഒരു ശരീരമാണ്. ഫിലിപ്പിയർ 3:21 അവൻ തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവരുടെ മഹോന്നതമായ ശരീരത്തെ പോലെ രൂപാന്തരപ്പെടുത്തും. മനസ്സിലാകുന്നോ? യേശുവിനെ പോലെ ഒരു ശരീരം. പിന്നീട് തിരുവെളിപ്പാട് 3:5 വിജയിക്കുന്നവർക്ക് നാം വെള്ള വസ്ത്രം കൊടുക്കും സ്വർഗത്തിൽ. ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ലോകത്തിൽ വെള്ള വസ്ത്രം നമ്മൾ ഇത് കടയിൽ വാങ്ങിച്ചതാണ്, അവിടെ പോകുന്നത് യേശു തരുന്നതാണ്. അത് രണ്ട് വേറെയാ, അത് കൺഫ്യൂസ് ചെയ്യരുത്. ഇത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എൻ്റെ രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അത് കൺഫ്യൂസ് ചെയ്യരുത്. യേശു തരുന്ന വസ്ത്രമാണ് അവിടെ സ്വർഗത്തിൽ കാണുന്നത്. അവിടെ വെള്ള വസ്ത്രം ധരിച്ച് കുരുത്തോലൊക്കെ വന്ന് അവർ വരും. ഇതൊക്കെ അവിടെയാണ്. അവിടെ ഒരു വചനമുണ്ട്, നീ ധരിപ്പാൻ ഉനക്ക് വെള്ള വസ്ത്രം. അവിടെ ഒരു വചനമുണ്ട്, ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും അത് പറയുന്നില്ല, സമയം മുടിയുന്നു. അതായത് തിരുവെളിപ്പാട് 3-ാമത്തെ ആയത്തിൻ്റെ 2-ാമത്തെ ആയത്തിൻ്റെ 3-ാമത്തെ 17-18 വായിക്കുമ്പോൾ, நீ உடுத்திக்கொள்வதற்கு வெண் வஸ்திரங்களை என்னிடத்தில் வாங்கிக்கொள்ள உனக்கு புத்தி சொல்லுகிறேன். தமிழில் നീ അവനക്ക് നീ ഉടുപ്പാൻ നിനക്ക് വെൺ വസ്ത്രം ഞാൻ തരും. ആരാണ് തരുന്നത്? യേശു തരുന്നതാണ്. കടയിൽ വായിക്കുന്ന വസ്ത്രമല്ല, ഇത് യേശു തരുന്നതാണ്. ആത്മാവിൻ്റെ പ്രകാശമാണ്, അത് രക്ഷയിൻ്റെ വസ്ത്രമാണ്. അത് വേറെ വചനങ്ങളൊക്കെ ഉണ്ട്. ഇത് കടയിൽ വായിക്കുന്നതല്ല, യേശു തരും. അപ്പോൾ ഇവിടെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ വിശുദ്ധീകരണമായിട്ടല്ലേ, പരിശുദ്ധമായിട്ട് ഡ്രസ് ചെയ്യുക. താഴ്മ അങ്ങനെ പെരുമയില്ലാതെ അങ്ങനെ വസ്ത്രം ധരിക്കുക, ഇടർച്ചയില്ലാതെ അങ്ങനെ വസ്ത്രം ധരിക്കുക, അത് മതി എന്നുള്ളതാണ്. അതിനുശേഷം വെള്ളം അടിച്ച് നമ്മൾ കഴിയുമെങ്കിൽ ധരിക്കാം, തെറ്റല്ല. പക്ഷേ ഇത് അവിടെ സ്വർഗത്തിൽ വരുന്നില്ല. അതാണ് അങ്ങനെ തിരുവെളിപ്പാട് 19:8 സുത്തമം ശുഭ്രവുമുള്ള വസ്ത്രം, പ്രകാശമുള്ള വസ്ത്രം ധരിക്കുവാൻ അവർക്ക് കൊടുത്തു. അത് അവരുടെ പ്രവർത്തികളാണ്, നീതി പ്രവർത്തികളാണല്ലേ. നമ്മുടെ പ്രവർത്തികൾ, ഗുണാംശങ്ങളാണ് അവിടെ പ്രകാശമായിട്ട് കിട്ടുന്നത്. 1 Corinthians 15:40-41 സൂര്യനുടെ തേജസ് വരെ, ചന്ദ്രനുടെ തേജസ് വരെ, നക്ഷത്രങ്ങളുടെ തേജസ് എല്ലാം വ്യത്യാസത്തിലാ കാണുന്നു. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? വ്യത്യസ്തതയാ എല്ലാവരും ഒരേപോലെ പ്രകാശത്തിൽ കാണുന്നില്ല. അവരവരുടെ പ്രവൃത്തി തക്കവണ്ണമായിട്ട് വ്യത്യാസமான പ്രകാശത്തിൽ അന്ന് കാണുമെന്നുള്ളതാണ്. അത് ദൈവം കൊടുക്കുന്നത് ഈ വസ്ത്രമല്ല, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഗുണാംശങ്ങൾ, പ്രവൃത്തി, വിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ജീവിത രീതി, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലേ? അല്ലാതെ വെറും വെള്ള വസ്ത്രം ധരിക്കുന്നത് മാത്രമല്ല എന്നുള്ളത് മനസ്സിൽ കൊള്ളുക. അപ്പോൾ എന്താ മനസ്സിലായി? അപ്പോൾ യേശു ഇരിക്കുന്നത് പോലെ അങ്ങനെ മരിക്കാതെ അവരോട് ജീവിക്കുന്ന, പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് പോലെ ഇത് ദൈവം ഇങ്ങനെ കൊണ്ടുവന്നത്, നമ്മ വന്നതല്ലേ, അവർ വന്നു ഇവിടെ ജീവിക്കുന്നത് കാണുന്നു. ഇതൊക്കെ ഇതവിടെ പ്രത്യക്ഷമായിട്ട് യേശുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം. അല്ലല്ലോ? അപ്പോൾ ഈ കാര്യത്തിനായിട്ടാണ് നമ്മൾ യേശുവിൻ്റെ പുറകിൽ ചെല്ലുന്നത്. ഈ ലോകത്തിൽ ഒരു കാര്യം ചൊല്ലി അവസാനിക്കാം. പലപ്പോഴും അത് മുൻപിൽ പറയുകയാണ്. ലൂക്കാസ് 16-11 വായിക്കുമ്പോൾ അവിടെ ധനവാനും ലാസറസുമായ ഒരു സംഭവം അവിടെ കാണുന്നല്ലോ. 16-19 അവിടെ ഐശ്വര്യമായ ധനവാനായ ഒരു മനുഷ്യനായിരുന്നു, ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രനായിരുന്നു. രണ്ടുപേരും എങ്ങനെ ജീവിച്ചു എന്നുള്ളത് അവിടെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ ശ്രദ്ധയിൽ കൊള്ളേണ്ട കാര്യം എങ്ങനെയാണ്, അവർ രണ്ടുപേരും കണ്ണടച്ചപ്പോൾ, മരിച്ചപ്പോൾ, ഇവിടെ ധനവാനായി ജീവിച്ചവൻ പാതാളത്തിൽ അഗ്നിയിലാണ്, ഇവിടെ തെരുവിൽ ഇരുന്ന ആ പിച്ചക്കാരൻ ലാസർ സ്വർഗത്തിൽ, അല്ലെങ്കിൽ പരദേശിൽ ആബ്രഹാം. ഇതാണ് കാര്യം. ശ്രദ്ധയിൽ കൊള്ളുക. ഈ ലോകത്തിൽ നമ്മൾ എവിടെ ജീവിക്കുന്നത്, എങ്ങനെ ആയിരിക്കുന്നു, മനുഷ്യരെങ്ങനെ മാനിക്കുന്നു എന്നുള്ളതല്ല കാര്യം. ഇവിടെ മാന്യതയോട് അങ്ങനെ ഐശ്വര്യവാനായിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും അവിടെ തലകളായിട്ട് അവിടെ കാണും, അവിടെ അഗ്നിയിൽ പാതാളത്തിൽ കാണും. ഇവിടെ ലാസറസ് പോലെ ജീവിക്കുന്നവർ പലരും അവിടെ യേശുവോട് കാണും. അല്ലല്ലോ? അതുകൊണ്ട് യേശുവിനെ മാത്രം നോക്കി, അല്ലാതെ ഈ ലോകം തരുന്ന മാന്യതയോ മറ്റു കാര്യങ്ങളോ കൊണ്ട് നോക്കാതെ, അത് ശ്രദ്ധിക്കുക, അത് മനസ്സിൽ വയ്ക്കാതെ യേശുവിനെ നോക്കി ജീവിക്കേണ്ടത് ആവശ്യമാണ്. യേശു പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ടാൽ ഇങ്ങനെ തന്നെ ജീവിക്കാം. ഞാൻ ജീവിച്ചത് പ്രകാരം, മാതൃകാപ്രകാരം അനുഗമിച്ച് നടന്നാലേ ഇങ്ങനെ തന്നെ ജീവിക്കും. എൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നതും ജീവിച്ചതുപോലെ ജീവിച്ചാലേ ഇങ്ങനെ തന്നെ ജീവിക്കും. ഇങ്ങനെ ഒരു കാര്യം കിടക്കും. എൻ്റെ ആത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ് ജീവിക്കുന്നവർക്ക് മാത്രം
ഇങ്ങനെ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. അല്ലല്ലേ? മനസ്സിലാകുന്നു? അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും നോക്കരുത്. യേശുവിനെ മാത്രം ഒരു വചനം വായിക്കാം. അത് എബ്രായർ 12:1 തമിഴിലെങ്ങനെയാണ്? ഭാരമാനയാവറ്റെയും நெருங்கி நிற்கின்ற பாவத்தையும் தள்ளிவிட்டு விசுவாசத்தை தொடக்கிறவரும் முடிக்கிறவருமாய் யாரை நோக்கி? യേശുവെ നോക്കി. അവൻ ഇരിക്കുന്ന ഇടത്തിൽ ചെല്ലേണ്ടത് കൊണ്ട് അങ്ങ് നോക്കിയാണ്. അവനെ ഇരിക്കുന്നത് പോലെ നമ്മൾ മാറേണ്ടത് കൊണ്ട് അവനെ മാത്രമേ നോക്കൂ. മറ്റവരെ നോക്കിയാൽ അവരെ പോലെ പോകും. യേശുവിനെ നോക്കിയാൽ യേശുവെ പോലെ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം.